ഹായ് മച്ചാമാരെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റെഡ്മി 10i എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബാക്ക് ഗ്ലാസ് ഫുള്ള് പൊട്ടി, അതുപോലെ ക്യാമറ ഗ്ലാസും പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ ഗ്ലാസ് മാറണം, അതുപോലെ ബാക്ക് ഗ്ലാസ് മാറണം, ഡിസ്പ്ലേയും പോയിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ ഔട്ടർ ഫുള്ള് മാറാൻ പോവാണ്. മദർ ബോർഡ് ഇൻസൈഡിലെ മദർ ബോർഡ് ഫ്രെയിമെല്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം മാറാൻ പോവാണ്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക മച്ചാനെ, എന്നാലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് സിം ട്രേ ഇളക്കി. ഫസ്റ്റ് ടൈം അതായത് ഇപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്ന മച്ചാന്മാരാണെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. എന്നാലേ ഓരോരോ സെക്ഷനിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഒരു മച്ചാനും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡ്മി 10 സീരീസിൽ ഏതെങ്കിലും കിട്ടുന്നെങ്കിൽ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും മച്ചാനെ ബാക്ക് ഗ്ലാസ് ആണ്. ബാക്ക് ഗ്ലാസ് ഹീറ്റ് കൊടുക്കുന്നുണ്ട്, നൈസിന് ഹീറ്റ് കൊടുക്കുകയാണ്. നമുക്ക് അകത്തിരിക്കുന്ന ഗമ്മ് ഒന്ന് ജസ്റ്റ് മെൽറ്റ് ആവണം, അത്രയേ ഉള്ളൂ. ഓവർ ഹീറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് പൊട്ടാതെ തന്നെ എടുക്കണം എന്നുള്ള ഒരു വിഷയം നമുക്ക് ഇല്ല. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഇളക്കാൻ പറ്റും. അതേ പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇളക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു സൈഡിൽ ഇരുന്നും ദാണ്ടെ തിക്കി ട്യൂസർ വെച്ചിട്ടാണ്. ഇത് പൊട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് ഇത് ഇളക്കുന്നത്. അതായത് ധൈര്യമായിട്ടെന്ന് പറഞ്ഞാൽ വേണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വലിച്ചു പൊട്ടിച്ച് ഇളക്കാം, ആ ഒരു മൈൻഡ്. അല്ലെങ്കിൽ നമ്മൾ വളരെ വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട്. ഇതുണ്ടോ ഫുള്ളും പോയിരിക്കുകയാണ് ഗ്ലാസ്. അതുമില്ലാതെ അതാണ്ട് ഈ സൈഡ് കണ്ടോ ഇളകി വരുന്നുണ്ട്. ആ പെയിൻ്റാണ് വെച്ചാൽ ആക്ച്വലി ഈ ഗ്ലാസിൻ്റെ പുറത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ മൊബൈലുകൾ ട്രാൻസ്പെറൻ്റ് ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇളകി വരുന്ന നോക്കിയേ, ഒരു മേളിലത്തെ ഗ്ലാസ് മാത്രം സെപ്പറേറ്റ് ഇളകി വരികയാണ്. ഞാൻ ഇച്ചിരി ഹീറ്റും കൂടി കൊടുക്കുന്നുണ്ട്, കാരണം ഹീറ്റ് കൊടുത്താണ് ഇളക്കുന്നത്. നമ്മൾ ഒരു വട്ടം ഹീറ്റ് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഇളക്കുമ്പോൾ അത് പിന്നെയും തണുക്കും. അന്നേരം പിന്നെ നമ്മൾ ഹീറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഹീറ്റ് കൊടുത്തു, എന്നിട്ട് ആണ്ട ഒരു കറക്ക്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ ആ പെയിൻറ്റ് സെപ്പറേറ്റ് നിൽക്കുന്നുണ്ടോ. ഗ്ലാസ്സിൽ നിന്ന് തോണ്ടേ ഗ്ലാസിൻ്റെ അടിയിലായിട്ടാണ് പോകുന്നത്. നോക്കി ആ ഗ്ലാസ് വൈറ്റ് കളറിൽ ഇങ്ങനെ, അതായത് പെയിൻ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ മാറുന്നുണ്ടോ. ഞാനിത് കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി അതങ്ങനെ തന്നെ ഇളക്കി നോക്കുന്നത്. കണ്ടോ, ഇത് പൊട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ വളരെ 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 സൂക്ഷിച്ച് നൈസിന് ഇളക്കണം. ഞാൻ ഹീറ്റ് കൊടുത്ത് തന്നെയാണ് ഇളക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കും, എന്നിട്ട് ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിക്കി അങ്ങ് എടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മളിപ്പം ഇത് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഗ്ലാസ് പൊട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് നൈസിന് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ തിക്കി കറക്റ്റ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കറക്റ്റ് ഇതുപോലെ ഇതാണോ, ഇതുപോലെ വെച്ചിട്ട് ഒരു കറക്കി അങ്ങ് എടുത്താൽ മതി. ഇപ്പം ഞാനിത് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് കയ്യിലൊക്കെ കുത്തിക്കയറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിളക്കുക. ക്ലവ് യൂസ് ചെയ്യുന്നവർ ക്ലവ് യൂസ് ചെയ്യാം. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ക്ലവ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ക്ലവ് ഇടുമ്പോൾ ചെറിയൊരു എന്താ പറയുക, നമുക്കൊരു ഇതില്ല, ഒരു ഗ്രിപ്പില്ല പിടിക്കാനും. ഇതൊക്കെ ഒന്ന് തെന്നി പോകുന്ന പോലെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ക്ലവ് യൂസ് ചെയ്യാത്തത്. ഇങ്ങനത്തെ ഗ്ലാസ്സൊക്കെ ഇളക്കാൻ നേരത്ത് ക്ലവ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ മുഖം ഇച്ചിരി ലോങ്ങിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഈ ഗ്ലാസ് നമ്മൾ ഇളക്കാൻ നേരത്ത് തെറിച്ചങ്ങ് വീണ് കണ്ണിലങ്ങനെ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഞാനിതാ ഇനി സെൻറ്റർ ഭാഗത്തൊന്ന് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗമ്മാണ് വെച്ചാൽ, ഒടുക്കലത്തെ ഗമ്മ്, നല്ല ഒടുക്കലത്തെ ഗമ്മ്. അപ്പോൾ വാ പൊക്കുമ്പോൾ ഞാൻ കാണാൻ പറ്റുതാണ്ടേ, കണ്ടോ പിടിത്തം കണ്ടാ, നല്ല സൂപ്പർ ഗമ്മ്. നടുക്കൊരു പിടിത്തമുണ്ട് കേട്ടോ, ഇളകി. ഇനി സൈഡിലും കൂടി പിടിത്തമുണ്ട്, അതുപോലെ ക്യാമറയുടെ അവിടെ. ഗമ്മ് കണ്ടാ, നല്ല സൂപ്പർ ഗമ്മ്. ഗ്ലാസ് അങ്ങ് പിരുന്ന് വന്നേട്ടോ. ഇത് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി മെനക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പയ്യെ സമാധാനമായിട്ട് ഇളക്കിയത്. ഇവിടെ ഉണ്ടോ, ഇതെല്ലാം പെയിൻ്റാണ്. ഇതെല്ലാം ഇളകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും. ഈ ഗ്ലാസ് വരുന്ന ടൈപ്പിലുള്ള മൊബൈൽസ് എല്ലാം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും കേട്ടോ. അത് ഞാനിതിൽ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആക്കാം. അതെ, ഇതെല്ലാം ഗമ്മിൻ്റെ പുറത്ത്, ആ ഗമ്മിൻ്റെ പുറത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇളകി വരും. ചെറിയൊരു ഹീറ്റ് കൊടുക്കുമ്പോൾ തന്നെ ആ ഗമ്മ് മെൽറ്റാവും. മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഇതല്ലതോ ആ സ്റ്റിക്കറാണ്, ഒരു ഗം സ്റ്റിക്കർ. അതിൻ്റെ പുറത്ത് ഈ പെയിൻ്റ് എല്ലാം കൂടി ഒട്ടിയിരിക്കുന്നു. ആക്ച്വലി ഇതൊരു പെയിൻ്റാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതെല്ലാം ഇളക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുകയാണ്, ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഇളക്കുന്നതെങ്കിൽ ഇച്ചിരി സമാധാനമായിട്ട് ഇളക്കിയാൽ മതി. പൊട്ടാത്ത ഗ്ലാസ് ആണെങ്കിൽ വളരെ വളരെ സമാധാനമായിട്ടും എന്താ പറയുക, ടൈം കൊടുത്ത് ഇളക്കുക. എടുത്ത് ചാടിയൊന്നും ഇളക്കണ്ട, ഇങ്ങനെ സ്പീഡിൽ ഇളക്കി മാറ്റണമെന്ന് വേണ്ട. ഇതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ വീഡിയോ ലെന്ത് കൂടി പോകും, അതുകൊണ്ടാണ് ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തത്. ഇനി സ്ക്രൂ എല്ലാം ഇളക്കുകയാണ്. ഈ മൊബൈൽ ഇളക്കുമ്പം, അതായത് 10i ഇളക്കാൻ നേരത്ത് നമുക്കൊരു ചെറിയൊരു പണിയുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ അത് കാണിക്കാം. ഇളക്കിയവർക്ക്, ഇപ്പം 10i ഒക്കെ ഇളക്കിയവർക്ക് അതറിയാൻ പറ്റും. ഇളക്കാത്തവർക്ക്, ഇപ്പോൾ ആദ്യമായിട്ടായിട്ട് 10i ഇളക്കുന്നെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു പണി നമുക്ക് തന്നിട്ടുണ്ട്.
അത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം ഇളക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ക്രൂവും അതുപോലെ തന്നെ എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സ്ക്രൂ ഇപ്പം 10-15 ഇളക്കും, സെറ്റ് ചെയ്യുമ്പം 12 കാണും അല്ലെങ്കിൽ 10 കാണും. അത് മിക്കവാറും എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ സ്ക്രൂ ഒക്കെ ഒന്ന് ഇളക്കുകയാണ്. ഇവിടെയും സ്കിപ്പ് ചെയ്യുക. ഓക്കെ, സ്ക്രൂ എല്ലാം ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ വേറൊരു കാര്യം ചെയ്യാൻ പോകണേ, നോക്കിക്കോണേ. ഇവിടെ വേറെ സ്ക്രൂ ഒന്നുമില്ല, ഈ ക്യാമറയുടെ ചുറ്റിലുള്ള റിങ് ആണ്. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ റിങ് ഇളക്കിയതിന് ശേഷം നമുക്ക് വലിയൊരു സംഭവമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പൊതുവേ ഫസ്റ്റ് ടൈം ഇളക്കുന്നവർ ഇങ്ങനെ സ്ക്രൂ എല്ലാം ഇളക്കിയിട്ട് ഇത് ഇളക്കാൻ നോക്കും. അതായത് ഈ മദർ ബോർഡിൻ്റെ ആ പ്രൊട്ടക്ടർ പീസ്, ഈ ക്യാമറ ഗ്ലാസ് വരുന്ന ഭാഗം ഇളക്കാൻ നോക്കും. പക്ഷേ വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ റിങ് ഇളക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ റിങ് തെക്കുന്നുണ്ട് കേട്ടോ, ഇളകുന്നില്ല സാധനം. നല്ല പിടിത്തമുണ്ട് കേട്ടോ. ഗമ്മാണ് ഇത് ഫുള്ളും. ഈ ഗം സ്റ്റിക്കറിൻ്റെ പവറാണ് കേട്ടോ. നല്ല സൂപ്പർ ഗം സ്റ്റിക്കറാണ്. പക്ഷേ ഈ റിങ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു ഒട്ടിപ്പ് പോലെ കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് ഇത്രയും ടൈറ്റായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ പേരും ഇത് ഇളക്കി നോക്കിയിട്ട് വരുന്നില്ല എന്ന് വിചാരിക്കും. കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് നോക്കിയ സ്ക്രൂ, ഈ സ്ക്രൂവും കൂടി ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഈ മദർ ബോർഡ് സെക്ഷൻ ഇളക്കി മാറാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സാധനം എല്ലാവരും വിചാരിക്കും ഇത് ക്യാമറയുടെ ഒരു സെക്ഷനല്ലേ, അപ്പം ഇത് ഈ മദർ ബോർഡിൻ്റെ ബാക്കിൽ വരുന്ന അത് ഈ ഒരു പ്രൊട്ടക്ടറിൻ്റെ പുറത്ത് നിൽക്കുന്നതാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതിനകത്ത് സ്ക്രൂ ഉള്ള കാര്യം അറിയില്ല ഫസ്റ്റ് ടൈം ഇളക്കുന്നവർ. ഞാൻ പറഞ്ഞ പോലെ ഇളക്കിയവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഇതിനകത്ത് 2 സ്ക്രൂ വരും, 3 സ്ക്രൂ വരും, അത് ഇളക്കാം എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ടൈം ഇളക്കുന്നവർ ഇത് നോക്കാതെ ഇളക്കി നോക്കും, എന്താ വരാത്തതെന്ന് നോക്കും. അവസാനം കണ്ടുപിടിക്കും എങ്ങനെയെങ്കിലും. ഇപ്പം ഇതുപോലെ വീഡിയോ ഒക്കെ കണ്ടോ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. പക്ഷേ ഇച്ചിരി ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇച്ചിരി നമ്മൾ പാടുപെടേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ സിമ്പിളായിട്ട് ദാണ്ടേ ഇളക്കിയെടുത്തു, ഇളകി നിന്നു, ദാണ്ടേ വരുന്നു. ഓടിവാ, പയ്യെ തെക്കി ആ സൈഡിൽ നിന്ന് എടുക്കുകയാണേ. ഓക്കെ, ഒരു ചെറിയൊരു പിടുത്തമുണ്ടല്ലോ. എന്താത്തിൻ്റെ ആ ഗം സ്റ്റിക്കറാണോ നോക്കിയേ, മദർ ബോർഡോടുകൂടി ഇങ്ങ് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും പിടുത്തമുണ്ട്, അത് ശ്രദ്ധിക്കണം. അതാണ്ടേ അതെന്താണെന്ന് ഇപ്പോൾ അടുത്ത് കാണിച്ചു തരാം. അതാണ്ടേ നോക്കിക്കോണേ, കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടോ, അതാണ്ടണ്ട, അതാണ് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പം ചില മോഡൽസിലൊക്കെ നമ്മൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ തിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മദർ ബോർഡോടുകൂടി വരുമ്പോൾ അവിടെ സ്ട്രിപ്പിന് എന്തെങ്കിലും ഡാമേജസ് വരാം, അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ട് സമാധാനമായിട്ട് ഒന്ന് ഇളക്കി നോക്കിയിട്ട് അതിലെന്തെങ്കിലും പിടുത്തമുണ്ടെങ്കിൽ അത് നോക്കി ഇളക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു. ഇനി ഈ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ സ്ട്രിപ്പ് എല്ലാ സ്ട്രിപ്പുകളും റിമൂവ് ചെയ്യാം. ഫസ്റ്റ് ബാറ്ററി സ്ട്രിപ്പ് അങ്ങ് റിമൂവ് ചെയ്ത് വിടുക. അപ്പോൾ ഞാൻ മദർ ബോർഡ് കറക്റ്റായിട്ട് സീറ്റിങ്ങിലാണ്, ഒന്ന് നോക്കിയതാ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സ്ട്രിപ്പ് ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ താഴത്തെ സെക്ഷൻ, അതായത് റിങ്ങർ സെക്ഷൻ. അവിടെയും സ്ക്രൂ ഇളക്കി വിട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒരു തെക്കി ഒരു ഇത് ലോക്കാണ്. ഇത് സൈഡിൽ നിന്ന് ഒരു തെക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുക. അതുപോലെ ഇങ്ങനെ ഇളക്കാൻ നേരത്താണ്ടുണ്ടോ, ഇവിടെ ഈ നെറ്റ്വർക്ക് കേബിൾ ആ റിങ്ങറിൻ്റെ ആ സെക്ഷൻ്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വലിച്ചിളക്കി കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് കേബിൾ കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ്ടേ ഇവിടെ ഇരുന്ന് നൈസിനും തെക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. കാരണം ഈ നെറ്റ്വർക്ക് കേബിൾ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ വലിച്ചിളക്കാൻ നേരത്ത് അവിടെ കൊണ്ട് ചിലപ്പം കട്ടായി പോയാലും പോകും. എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിളക്കണം, അത്രയേ ഉള്ളൂ. റെഡ്മി ഇളക്കുമ്പോഴേ ഉള്ളൂ ഈ വിഷയങ്ങൾ, അതും ഈ 10 സീരീസ് ഇളക്കുമ്പോഴേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്ന് കേബിൾ റിമൂവ് ചെയ്യാൻ പോവാണ്. നൈസിന് തിക്കുകയാണ്. ഓക്കെ, റിങ്ങർ സെക്ഷൻ ഇളക്കിയെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്ത് ഇവിടെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ്, നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് എവിടെയാണ്? ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഒരു സ്ഥലത്ത് ഹൈഡായിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ്, അതായത് ഡിസ്പ്ലേയുടെ കണക്ടർ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, എവിടെയെങ്കിലും ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് വന്ന് കയറുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ കണക്ടർ ഭാഗം ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ മെയിൻ സ്ട്രിപ്പ് ഇളക്കുകയാണ്. ആണ്ടേ മെയിൻ സ്ട്രിപ്പ് ഇളക്കി മാറ്റി വയ്ക്കാം. ഓക്കെ, ഇളകി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ്, അതായത് ഡിസ്പ്ലേയുടെ കണക്ടർ എവിടെ വരുന്നത് കാണിക്കുക. അതുകൊണ്ടേ കണ്ടോ, അവിടെ ഇങ്ങ് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. സംഭവമൊന്നുമില്ല മച്ചാന, മേളിൽ സ്ട്രിപ്പിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നൈസിന് ഇളക്കുകയാണ്. ഇത് എല്ലാ മൊബൈലിലും ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഈ റെഡ്മിയുടെ ഫോണിൽ ചില ഫോണിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ വേറെ ഏതെങ്കിലും മൊബൈൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കലാൻ വെച്ചാൽ. അതുപോലെ വിവോയുടെ ചില മോഡൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
ബാക്കിയുള്ള മൊബൈൽസിലൊന്നും വലുതായിട്ട് ഇതിങ്ങനെ വരാറില്ല. ഒന്നെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കോട്ടിങ്, അല്ലെങ്കിൽ ഒന്നുമില്ലാതിരിക്കും. ഇപ്പോൾ ബാറ്ററി ഇളക്കാൻ പോവുകയാണ്. ഈ ബാറ്ററി ഇളക്കുമ്പോൾ ഈ കവർ കട്ടാവും, കൺഫേം കട്ടാവും. കാരണം ഞാൻ എപ്പോൾ റെഡ്മിയുടെ ഫോൺ ഇളക്കിയാലും ഈ കവർ കട്ടായി പോകും. അത് കഴിഞ്ഞ് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതാണ്ട് വലിച്ചു. പക്ഷേ ഇച്ചിരി പാടാട്ടോ ഈ കവർ, ഈ കൊടുത്തത് ഇച്ചിരി നീളം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇളക്കാൻ എളുപ്പമായിരുന്നു. അത് ഓപ്പോ വിവോയിലൊക്കെ വരുന്ന പോലെ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇച്ചിരിയേ ഉള്ളൂ, നോക്കിയേ. അപ്പോൾ ഇത് പിടിച്ച് വലിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പരിപാടി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ തെന്നി പോകും. നമുക്ക് വലിക്കാനുള്ള ആ ഒരു സ്പേസ് കിട്ടത്തില്ല. ഒരു ഇച്ചിരിയുള്ള സ്പേസിൽ നമ്മൾ പിടിച്ചുകൊണ്ട് ഇത് വലിക്കണം. പക്ഷേ അതേ സമയത്ത് ബാക്കിയുള്ള ഓപ്പോ വിവോ ആ മൊബൈലിലൊക്കെ ഇച്ചിരി നീളമുണ്ട്. അപ്പം അതിൽ ഗ്രീൻ കളറാണ് വരുന്നത്. അത് പിടിച്ച് വലിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇവിടെ നോക്കിയേ, അതാ കുറേയിട്ട് വലിക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് വരുന്നില്ല. അപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ ഗമ്മുറുമർ ഒഴിക്കുന്നെങ്കിൽ, കാരണം ഡിസ്പ്ലേ എന്തായാലും മാറാൻ പോകുമല്ലോ, അപ്പം ഗമ്മുറുമർ ഒഴിച്ചിട്ട് ഇളക്കുവാണെങ്കിൽ ഇച്ചിരി ഈസി ആയിരിക്കും. ഇവിടെ ഞാൻ ഗമ്മുറുമർ ഒന്നും ഒഴിക്കുന്നില്ല. ഇത് പിടിച്ച് വലിക്കുകയാണ്. ചെറുതായിട്ടൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ടെമ്പേർഡ് ഏതാണ്ട് പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, ഇത് കുത്തി കയറ്റിയിട്ട് അങ്ങ് ഒറ്റ ഇളക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കുക. ആണ്ടേ ആ ഗ്യാപ്പിൽ കയറ്റിയുണ്ടോ? ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റി അങ്ങ് ഇളക്കുക. ഗമ്മുറുമർ ഒഴിക്കുന്നെങ്കിൽ ഗമ്മുറുമർ ഒഴിക്കാം, നല്ലതാണ്. എന്നിട്ട് താണ്ടേ തേക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഏത് ബാറ്ററി ആയാലും ഒരു സൈഡ് ഇച്ചിരി കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങോട്ട് കയറ്റിയിട്ട് ഒരു കറക്കിയാൽ മതി വെച്ചാൽ സിമ്പിളായിട്ട് ഇളകി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തു. ഇനി അടുത്ത് ഈ കവറ് നൈസിന് ഇളക്കുകയാണ്. ആണ്ടേ ഇളകി വരുന്നില്ല. ഈ ഗം സ്റ്റിക്കർ, ഈ ബ്ലാക്ക് സാധനം ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഈ ഒടുക്കലത്തെ ഗമ്മാണതിന് എന്ന് പറഞ്ഞാൽ, ഒടുക്കലത്തെ പവറും കൂടി. അപ്പോൾ എന്തായാലും അത് നമ്മളിപ്പോൾ ഇളക്കിയേ പറ്റത്തുള്ളൂ, ഇളക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് ആ വലിച്ചങ്ങ് ഇളക്കാണ്. ഒരു സൈഡിൽ ഇരുന്നും എന്തൊരു പിടുത്തമാണ് നോക്കിയത്. ഒരു ഒന്നാം തരം പിടുത്തം. അതോ ഇളക്കി ഒരു സൈഡിൽ നിന്ന് ഇളകി മൊത്തത്തിൽ ഈ കവർ ഞാൻ ഇളക്കാണ് കേട്ടോ. എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് ഞാൻ വയ്ക്കുന്നത്. അതുകൊണ്ട് നൈസിനങ്ങ് ഇളക്കിയെടുത്ത് ഇവിടെ നോക്കിയേ, ആ സ്ട്രിപ്പ് വരുന്ന ഭാഗം കണ്ടോ. ഇതിൽ നമ്മൾ എന്തെങ്കിലും ഈ ഗമ്മ് ഇളക്കാൻ നേരത്തെ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പെല്ലാം കട്ടായി പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഇളക്കി മാറ്റാൻ പോവുകയാണ്. ഈ ഡിസ്പ്ലേ ഇളക്കാനായിട്ട് ഹീറ്റ് കൊടുക്കണ്ട, ഗമ്മർ ഒഴിക്കണ്ട, ഒന്നും ചെയ്യണ്ട. കാരണം ചെറുതായിട്ടൊന്ന് ഇളകി നിൽക്കുന്ന കണ്ടു ഞാൻ. ഇപ്പോൾ വരുന്നില്ല കേട്ടോ. അപ്പോൾ നൈസിന് ഞാൻ ബ്ലേഡ് വെച്ച് ഒരു സൈഡിൽ നിൽക്കുന്നതുകൊണ്ടുണ്ടോ ഇളകി നിൽക്കുകയാണ്. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങ് പിടിച്ചങ്ങ് എടുക്കാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടേ ഒറ്റ കറക്ക് തീർന്നു, പരിപാടി കഴിഞ്ഞു. യാതൊരു പാടുമില്ലാതെ തന്നെ ഇളക്കിയെടുത്തു. ഏറ്റവും താഴെ ചെറുതായിട്ടൊന്ന് ഇത് ചെയ്യാൻ പോകട്ടോ, ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കാൻ പോകണേ. കാരണം ചെറിയൊരു പിടുത്തമുണ്ട് അവിടെ. അതുകൊണ്ട് ഏറ്റവും അടിഭാഗത്ത് ചെറിയൊരു ഹീറ്റ് കൊടുത്തു. എന്നിട്ടിങ്ങനെ വലിച്ചങ്ങോട്ട് ഒരു ഇട്ട് കണ്ടതാണ്ടേ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നു. ഇവിടെ സ്ട്രിപ്പ് ഒരു ഗമ്മ് ഓക്കെ ഇളകി വന്നു. സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നു. നമ്മൾ മറ്റുള്ള മൊബൈൽസ് ഹീറ്റ് ചെയ്ത് ഇളക്കുന്ന പോലെയല്ല, വളരെ സിമ്പിളായിട്ട് ഇളകി പോരുന്നു. ഒരു പാടും ഇല്ലാതെ ആദ്യമായിട്ടാണ് ഒരു ഡിസ്പ്ലേ സിമ്പിളായിട്ട് ഇളകി പോരുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങ് മാറ്റി വെച്ച് ഇനി ഇവിടെ നമ്മൾ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. മദർ ബോർഡ് ഇളകി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്ന് പിടിച്ചുകൊണ്ട് ഇളക്കിയത്. വേണമെങ്കിൽ അത് ഇളക്കി മാറ്റി വെച്ചിട്ട് മദർ ബോർഡ് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാണ്ടേ സൈഡ് ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. കണ്ടുണ്ടോ, ഇവിടെ ഇരിക്കുന്ന എക്സ്ട്രാ ഗമ്മുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അതുപോലെ അത് ഗ്ലാസ് തരിയൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ, അതെല്ലാം നല്ല രീതിയിൽ നോക്കി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ നേരത്തെ ആ സെൻസറിൻ്റെ സെക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. എല്ലാ മൊബൈലിലും എന്താ പറയുക ഈ സൈഡിൽ വരത്തില്ല, പക്ഷേ ചില മൊബൈൽസിൻ്റെ അകത്ത് ഈ സൈഡിലായിരിക്കും വരുന്ന സെൻസർ ഭാഗങ്ങൾ. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നതൊക്കെ സ്കിപ്പ് ചെയ്താണെന്ന് വെച്ചാൽ ടൈം പോകും. അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഡിസ്പ്ലേ ഓക്കെ, സ്ട്രിപ്പ് കൊടുക്കണം. ആദ്യമേ ഫ്രെയിമിൽ കറക്റ്റ് സെറ്റ് ചെയ്യുക. ഫ്രെയിമിൽ കറക്റ്റ് വീഴുന്നോ നോക്കുക. ഫ്രെയിമിൽ വീഴണം. ആക്ച്വലി ഫ്രെയിമിൽ കറക്റ്റ് വീണാൽ മാത്രമേ ഡിസ്പ്ലേ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഗമ്മടിച്ചതിന് ശേഷം വേറെ ഇഷ്യൂ ഒന്നും വരാതിരിക്കൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രെയിമിനകത്ത് വീഴണം ഡിസ്പ്ലേ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പം എപ്പോഴും ഫ്രെയിമിനകത്ത് വീഴുന്ന ഡിസ്പ്ലേ എടുക്കാമെന്ന്. അതിൽ കുറച്ച് കമൻസൊക്കെ ഉണ്ടായിരുന്നു, അതിന് മറുപടി പറഞ്ഞായിരുന്നു ഞാൻ. അപ്പോൾ മാക്സിമം ഫ്രെയിമിൻ്റെ അകത്ത് വീഴുന്ന ഡിസ്പ്ലേ എടുക്കുക, അതാണ് നല്ലത്. പുറത്ത് വീഴുന്നതാണെങ്കിൽ ഗമ്മിട്ട് നമ്മൾ സീറ്റിംഗ് ആക്കാൻ വേണ്ടി പ്രസ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് ഓവർ ടൈറ്റ് ചെയ്ത് അങ്ങനെ ഇഷ്യൂ ഒക്കെ വന്ന് അവസാനം എല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് അങ്ങനെ കസ്റ്റമർ കൊടുക്കാൻ നേരത്ത് ആട്ടോ ടച്ച് ഇഷ്യൂ വരും. അതോടെ നമ്മൾ അത്രയും മെനക്കെട്ടതെല്ലാം വെറുതെ ആവും.
അപ്പോൾ അതുകൊണ്ടാണ് ഫ്രെയിമിനകത്ത് വീഴുന്ന ഡിസ്പ്ലേ നോക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യണം അവരവർക്ക് മൈൻഡിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ടൈപ്പ് ചെക്ക് ചെയ്ത് എനിക്ക് കൺഫേം ചെയ്യുന്നെങ്കിൽ വേറൊരുത്തർക്ക് വേറൊരു മച്ചാന് വേറൊരു മൈൻഡായിരിക്കും. അതായത് പറഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ ചെക്കിങ് എന്ന് പറയുന്നത് അവർക്ക് ഓരോരു ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ ചെക്ക് ചെയ്താൽ മാത്രമേ അവർക്കൊരു തൃപ്തിയാവും. ഇപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തൃപ്തി ആവത്തില്ല. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് തൃപ്തി ഉണ്ടാവില്ല. എന്താ പറയുക, ഒരു ഉറപ്പിച്ച് ഇത് ഓക്കെ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ആ രീതിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം ആ രീതിയിലെല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഒട്ടിക്കാവൂ. അപ്പോൾ ഞാൻ എപ്പോഴും കൺഫേം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് എല്ലാ സൈഡിലും അതുപോലെ സെൻറ്ററിലും ഇതുപോലെ താണ്ടണ്ട ഇങ്ങനെ കറക്കി നോക്കും. ഇത് മാത്രമല്ല മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കും. അതെല്ലാം ഓക്കെയാണ്. മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന നേരത്ത് ഞാൻ റൊട്ടേറ്റൊക്കെ ചെയ്ത് ടൈപ്പ് ചെയ്ത് നോക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് കൺഫേം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ച് ഫുള്ള് കറക്കുന്നതിലാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ വയ്ക്കുമ്പോൾ നമ്മൾ പുതിയ ഡിസ്പ്ലേ ഞാൻ ഇത്രയും നേരം വെച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹീറ്റ് വല്ലതും വരുന്നുണ്ടോ നോക്കണം. നമ്മൾ പുതിയ ഡിസ്പ്ലേ മാറാൻ നേരത്ത് കൂടുതൽ റെഡ്മി ഫോണിൽ ബാക്കിൽ ഹീറ്റ് വല്ലതും വരുന്നുണ്ടോ, അതുപോലെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പിൻ്റെ അവിടെ ഹീറ്റ് വരുന്നുണ്ടോ, ഡിസ്പ്ലേ സ്ട്രിപ്പിൻ്റെ അടിഭാഗത്ത് ഹീറ്റ് വരുന്നുണ്ടോ, ഇതെല്ലാം നോക്കണം. സെറ്റ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് യാതൊരു കാര്യമില്ല മച്ചാന്. പിന്നീട് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ കൊടുക്കാനും പറ്റത്തില്ല. അവസാനം കാശ് പോയി എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവാണ്. ഹീറ്റാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ബോർഡിൽ എവിടെയെങ്കിലും ഹീറ്റ് വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ചില ഡിസ്പ്ലേ മാറാൻ നേരത്തും അത് സംഭവിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് അതിനെ സംഭവിച്ചിട്ടുള്ളവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യുക. അടുത്ത് നമ്മുടെ ഗ്ലാസ് താണ്ടേ MI 10i ഒറിജിനൽ ഗ്ലാസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്യാമറ ഗ്ലാസ്സും ഉണ്ട്, കണ്ടോ. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ക്യാമറ ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ക്യാമറ ഗ്ലാസ് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു, പൊട്ടിയിരിക്കുക അതാണ്ടേ. അപ്പോൾ ഈ ക്യാമറ ഗ്ലാസ് മാറ്റാൻ പോവാണ്. ഓക്കെ, കറക്റ്റ് ഗ്ലാസ്സാണ്. ഇവിടെ ഇരുന്ന് ഗ്ലാസ് ഇളക്കുന്നതാണ്. ഇച്ചിരി നമുക്കൊരു ടൈം എടുക്കും എന്ന് പറഞ്ഞാൽ അത് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ചിമ്മിയേ വരും. അപ്പോൾ ഞാൻ ഇച്ചിരി ഹീറ്റ് കൊടുക്കുകയാണ്. ഇച്ചിരി നല്ല ഹീറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ക്യാമറ ഗ്ലാസ് ഒട്ടിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല പിടുത്തം ഉണ്ടാകും. നമ്മുടെ ഈ ബാക്ക് ഗ്ലാസ്സൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു പിടുത്തമല്ല. അതുകൊണ്ട് നൈസിന് ഞാനിതാ ബാക്ക് സൈഡിൽ ഹീറ്റ് കൊടുത്തിട്ട് ബാക്ക് സൈഡിൽ നിന്ന് തെള്ളുകയാണ്. ഇവിടെ ഇളകുന്നോ നോക്കുക, പൊട്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ നോർമലി നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ തെള്ളിക്കഴിഞ്ഞാൽ ഹീറ്റ് കൊടുത്തിട്ട് തെള്ളിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇളകി വരും. അപ്പോൾ ഇത് പൊട്ടി ചിമ്മിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി മെനക്കെടേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചില്ലായിട്ട് പൊടിഞ്ഞേ വരും. എന്തായാലും ഹീറ്റ് കൊടുത്താലും കാണണ്ട, ഇതിങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. കാരണം അത് ചിമ്മിയേ വരും. ആ ഗമ്മുണ്ടോ കണ്ട ഒരു സൈഡിൽ ഇരുന്ന് അതേ ചെറിയൊരു പൊട്ടലൊക്കെയാണ്. ഒരു പൊട്ടൽ ഇങ്ങനെ ഒരു ചെറിയ സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ നമുക്കത് തെള്ളുമ്പോൾ തന്നെ അങ്ങ് ഇളകി വരും ഒരു സൈഡിൽ ഇരുന്ന്. പക്ഷേ നല്ല ഗമ്മാണ് വെച്ചാൽ ഒരു എന്താ പറയുക, ഒടുക്കലത്തെ ഗമ്മാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ടൈം എടുത്ത് തന്നെ ഇളക്കണം. എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊടുത്ത് പയ്യങ്ങ് ഇളക്കിയെടുത്താൽ മതി. അതുകൊണ്ട് ഗം റിമൂവറാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഗം റിമൂവർ ഇട്ട് കഴിഞ്ഞാൽ ഗമ്മെല്ലാം കൂടി ഒന്ന് മെൽറ്റാവും. ഈ ഗം റിമൂവർ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഹീറ്റും കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിതാ ഗം റിമൂവർ ഒരു സൈഡിൽ നിന്ന് വെച്ച് ഇളക്കുകയാണ്. ഈ ഗം റിമൂവർ ഇച്ചിരി പവറുണ്ട് വെച്ചാൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഗം റിമൂവർ അല്ലാത്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി ടൈമൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുമ്പോഴേ ഇച്ചിരി മെൽറ്റാവും. ഇത് പക്ഷേ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം മെൽറ്റായി വരും, കണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഇച്ചിരിയായിട്ട് അവിടെ വെച്ച് കുറച്ചായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുകയാണ്. പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തിരി മെനക്കെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പൊടിഞ്ഞ് വരും. നമ്മൾ ഇളക്കാൻ നേരത്ത് ഇത് പൊടിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ തിക്കാൻ നേരത്ത് തെറിച്ചങ്ങ് വീഴും. അപ്പോൾ മാക്സിമം ഇച്ചിരി അകത്തി വെച്ചിട്ട് ചെയ്യുക. സൈഡിലെല്ലാം ഗം റിമൂവർ ഒഴിക്കുന്നുണ്ട്. പയ്യെ ഇളക്കിയാൽ മതി. നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് സമാധാനമായിട്ട് ചെയ്താൽ മതി. പയ്യെ ചെയ്താൽ മതി. ചിലർ കസ്റ്റമർ വന്നിട്ട് അർജൻറ്റ് പെടും, പെട്ടെന്ന് വേണം, ഞാൻ വെയിറ്റ് ചെയ്യാം, പെട്ടെന്ന് തരണേ എന്നൊക്കെ പറയും. എന്നാലും ഇച്ചിരി ടൈം നമ്മൾ എടുക്കണം, എന്നാലും അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എടുപിടി എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അതാണ്ടേ ഒരു സൈഡിൽ നിന്ന് ഇളകി അങ്ങനെ അങ്ങ് പൊക്കുകയാണ്. ഓക്കെ, ഇളകി വന്നു. അപ്പം അതിൻ്റെ പിടുത്തം കണ്ടോ, ഒരു ഒന്നാം തരം പിടുത്തമാണ്. ഒരു സൈഡിൽ നിന്ന് നോക്കിയേ, നിങ്ങൾക്ക് കാണുമ്പോൾ ഞാനങ്ങനെ പിടിച്ച് തിക്കുന്ന പോലെ തോന്നും. പക്ഷേ നല്ല പവർ കൊടുത്താണ് ഞാനത് വലിക്കുന്നത്, എന്നിട്ടത് വരുന്നില്ല. അതുകൊണ്ടേ ഹീറ്റ് കൊടുത്തിട്ടാണ് ഇത്രയ്ക്ക് ഇളക്കുന്നത്, എന്നിട്ടുമാണ് ഇത്രയും പാടുണ്ടോ. അതിൻ്റെ ഗം സ്റ്റിക്കർ ഉണ്ടോ, ഒരു സംഭവമാണ് റെഡ്മി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തിക്കി അങ്ങോട്ട് നീ അതിൻ്റെ ഗമ്മ് നോക്കിയേ, എൻ്റെ പൊന്നോ, നല്ല സൂപ്പർ പവർ ഗമ്മ്.
അപ്പോൾ ഹീറ്റ് കൊടുക്കുകയാണ് ഇവിടെ. ഹീറ്റ് കൊടുത്ത് ഇളക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വരത്തില്ല അത്. അടുത്ത് തിക്കുകയാണ്. ഇളകി വാ. ഓക്കെ, ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇളക്കി ഇനി ഇവിടെ ഒരു എഡ്ജിൽ ഒന്ന് ഇളകി വാ. ഓക്കെ, ഇനി ഇവിടെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ രണ്ടാമത് വയ്ക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഗമ്മെല്ലാം മാറ്റണം. അതേപോലെ ഫ്ലാറ്റായിരിക്കണം. ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫ്ലാറ്റായിരുന്നാൽ മാത്രമേ നമ്മൾ രണ്ടാമത് വയ്ക്കുന്ന ഗ്ലാസ് കറക്റ്റ് ഫ്ലാറ്റായിട്ട് വീഴും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇച്ചിരി തരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഗമ്മർമോർ നല്ല രീതിയിൽ ഞാനവിടെ ഒഴിച്ചിട്ട് ഫുള്ളൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനുശേഷം നമ്മുടെ പുതിയ ഗ്ലാസ് വെച്ച് ഒട്ടിക്കും. ഇപ്പോൾ ഈ ഗ്ലാസ് ഞാൻ ക്യാമറ ഗ്ലാസ് റിമൂവ് ചെയ്യുന്നത് വേണമെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് കാണിച്ചിട്ട് ഇളക്കി എടുത്തു എന്ന് കാണിച്ചിട്ട് പോവാം. പക്ഷേ ഫസ്റ്റ് ടൈം, അതായത് ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മച്ചാനാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് തിക്കിയിട്ട് കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇളക്കാൻ നേരത്ത്, അപ്പം അവർ ഇളക്കാൻ നേരത്ത്, ഇപ്പം നിങ്ങളാരെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇളക്കുന്നതെങ്കിൽ ഇളക്കാൻ നേരത്ത് നല്ല പാടാണെങ്കിൽ അപ്പോൾ വിചാരിക്കുമോ 11 ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കിയപ്പോൾ സിമ്പിളായിട്ട് വന്നു എന്ന് പറഞ്ഞങ്ങ് പോയി, പക്ഷേ ഇത് എന്തൊരു പാടായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലാകുമ്പോൾ ഞാനത് ചുമ്മാ ഫേക്കായിട്ട് പറഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ ഇത്രയും പാടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങൾ വരും, ഇതൊക്കെ നമ്മൾ നോക്കി ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും സമയമെടുക്കും, സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ ഒരു സെക്ഷൻ മാത്രം ഞാൻ സ്കിപ്പ് ചെയ്യാത്തത്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലർ കാണിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് കൈ വയ്ക്കും, ഇളകിപ്പോയ പോലെ കാണിക്കും. അങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഞങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവത്തില്ല. നിങ്ങൾ ചെയ്യാൻ നേരത്ത് അതിരുന്നും ഡിഫറൻ്റായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ്ട് ഗമ്മർമോർ ഒഴിച്ച് ഫൈനലായിട്ടൊന്ന് തുടയ്ക്കുകയാണ്. കാരണം അകത്ത് ഒന്നും തന്നെ ഉണ്ടാവും, ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നീറ്റായിട്ട് തുടച്ചങ്ങ് എടുത്തു. ഓക്കെ, ക്ലീൻ ചെയ്തു. സൈഡിൽ വല്ലതും ഉണ്ടോയെന്ന് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സൈഡിൽ തിക്കി നോക്കുന്നുണ്ട്. കാരണം നമ്മൾ വയ്ക്കുന്ന ഗ്ലാസ് ഫ്ലാറ്റായി തന്നെ വീഴണം, ചരിഞ്ഞ് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല ഗമ്മർമോർ നല്ല രീതിയിൽ ഒഴിച്ചാണ് മൊത്തം തുടച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലിയറായി. ഓക്കെ, ഈ സൈഡിൽ എന്നാലും എനിക്കൊരു തൃപ്തി വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മാറി കൊടുത്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അത്രയും നമ്മൾ മെനക്കെടുന്നതെല്ലാം വെറുതെ ആവും. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അവസാനം ഞാൻ ഒരു വിധത്തിൽ എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തു, ക്ലീനും ചെയ്തു കേട്ടോ. നല്ല ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇനി ഞാൻ ഒരു തുള്ളി ഗമ്മുകൾ, അതായത് ഒരു നൂല് ഇതിന് വയ്ക്കുകയാണ് സൈഡിൽ. നമ്മൾ വയ്ക്കുന്ന ഗമ്മ് ഗ്ലാസ് ഒട്ടിക്കാൻ നേരത്തെ അങ്ങോട്ട് കയറി വരരുത്, പിന്നെ ഒന്നേന്നും കൂടി നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം ക്യാമറയുടെ ആ ഗ്യാപ്പ് ഭാഗത്ത് വരാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് വയ്ക്കുക. അടുത്ത് ഈ സൈഡിൽ ഓക്കെ നൈസിന് തേച്ച് വിടുകയാണ്. എന്തിനായി തേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കനം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ ഗ്ലാസ് വയ്ക്കുമ്പോൾ നമ്മൾ ഗ്ലാസ് ഇങ്ങനെ വയ്ക്കാൻ നേരത്ത് പ്രസ് ചെയ്യുമ്പോൾ ഇത് കയറിയില്ല, ക്യാമറയുടെ ഗ്യാപ്പ് ഭാഗത്തൊക്കെ വന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് തേച്ച് വിടുന്നത്. ഒരു ഇച്ചിരി ഒരു നൂല് പോലെ ഒരു സ്റ്റിക്കറിൻ്റെ കനത്തിനാണ് തേച്ച് വിടുന്നത്. ഇനി നമ്മുടെ ഗ്ലാസ് എടുക്കുകയാണ്. ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് വെച്ച് ഒരു ഒട്ടിപ്പുണ്ട് മച്ചാനെ. നമ്മുടെ ഗ്ലാസ് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം നോക്കിക്കോണം. അതാണ്ടേ ഇളക്കി. അപ്പം ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. പെട്ടെന്നെടുത്ത് ഗ്ലാസ് വയ്ക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ബാക്ക് സൈഡ് എടുത്ത് മാറ്റി വെച്ചരുത്. ഇനിയിപ്പം ബാക്ക് സൈഡ് ഫ്രണ്ടിലും ഫ്രണ്ട് സൈഡ് ബാക്കിലും ആയി പോകരുത്. അത് നോക്കി കറക്റ്റ് എടുത്ത് അതിൻ്റെ പൊസിഷനിൽ വെച്ചു, കറക്റ്റ് അകത്തോട്ട് കയറി. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ക്യാമറ ഗ്ലാസ് അവിടെ സെറ്റ് ചെയ്തു. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഉണങ്ങി ഗമ്മ് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കണം. ഈ ക്യാമറ ഗ്ലാസിൻ്റെ കൂടെ തന്നെ നമുക്ക് നോർമൽ ഒരു സ്റ്റിക്കർ തരും, ഗം സ്റ്റിക്കർ. അത് നിങ്ങൾ ക്യാമറ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ആ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കൂടിപ്പോയ ഒരാഴ്ചക്കകത്ത് ഡസ്റ്റ് കയറിയിട്ട് ഈ ക്യാമറ ഗ്ലാസ് ഇളകി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ ഗ്ലാസ് ആ സ്റ്റിക്കർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാൽ നിൽക്കുമെന്ന്. പക്ഷേ ഒരിക്കലും നിൽക്കത്തില്ല വെച്ചാൽ നിങ്ങൾ ഗമ്മ് വെച്ച് തന്നെ ഒട്ടിക്കുക. ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുക, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഒരാഴ്ചയിൽ ആ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ആ ഗമ്മംശം പോയി ഈ ക്യാമറ ഗ്ലാസ് ഇളകി എവിടെയെങ്കിലും അവരുടെ കയ്യിൽ പോലും കിട്ടത്തില്ല, എവിടെയെങ്കിലും അങ്ങ് പോകും. പിന്നെ അത് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ട് മെനക്കേടാണ്, കസ്റ്റമറിനും അത് പ്രയോജനമില്ലാതായി പോകും. അതുകൊണ്ട് ഗമ്മ് വെച്ച് ഒട്ടിക്കുക, കറക്റ്റായിട്ട് നിൽക്കും, ഇളകി പോകത്തുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചു. ആണ്ടേ ക്യാമറ ഗ്ലാസ് ഒട്ടി കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെച്ചിരുന്നതാണ്, ഒട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനടുത്ത് മാറ്റി വെച്ച് ഇനി കുറച്ച് നേരം കൂടി അത് ഉണങ്ങും.
അടുത്ത് നമ്മൾ ഇത്രയും നേരം ഡിസ്പ്ലേ മാറ്റി വെച്ചായിരുന്നു, ഓഫ് ചെയ്തിട്ടില്ല, അങ്ങനെയും വെച്ചിരിക്കുകയായിരുന്നു ചെക്ക് ചെയ്തിട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമുക്കറിയാൻ പറ്റും. കാരണം ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഓൺ കണ്ടീഷനിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയാൻ പറ്റും. അതുപോലെ ഹീറ്റില്ല, യാതൊരു ഇഷ്യൂവും തന്നെ ഇല്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത്രയും നേരം ഡിസ്പ്ലേ നമ്മളിത് ഓൺ കണ്ടീഷനിൽ തന്നെ വെച്ചിരുന്നു, ഓണാക്കി തന്നെ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. യാതൊരു ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഓഫ് ചെയ്തു. ഇനി ഡിസ്പ്ലേ നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിന് മുന്നേ സ്റ്റിക്കറൊക്കെ ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ നമുക്കൊരു കാര്യം കൂടി സംസാരിക്കാനുണ്ട്. നമുക്ക് കമൻറ്റിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിച്ചപ്പോൾ അവർ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്, 1.5 ലക്ഷം 2 ലക്ഷമൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും രൂപ കൊടുത്തൊന്നും പഠിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മൊബൈലിൻ്റെ ആകുമ്പം ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ട് നിന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ പോയി ചോദിച്ചത്. പക്ഷേ ഇത്രയും പൈസയൊക്കെ ചോദിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ, അത്രയും കൊടുത്ത് പഠിക്കണമെന്നില്ല മച്ചാനെ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ വർക്കിന് കയറുക, എന്നിട്ട് അവിടെ ഇരുന്ന് ബേസ് വർക്ക് മൊത്തം പഠിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ബേസ് വർക്ക് ഫുള്ളും ചെയ്യാൻ പറ്റും. എന്നിട്ട് എവിടെയെങ്കിലും പോയി ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഒരു 6 മാസം കടയിൽ കയറുക. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ടെക്നീഷ്യൻ, എന്തായാലും ഒരു ടെക്നീഷ്യൻ ഉണ്ടാവുമല്ലോ, പുള്ളിയുടെ കയ്യിൽ ഇരുന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതെല്ലാം അവിടെ ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഒരുവിധം സെറ്റ് ആയതിനു ശേഷം ബോർഡ് അത്യാവശ്യം ചെക്ക് ചെയ്യാനുള്ള ഒരു രീതിയൊക്കെ പഠിക്കണം അവിടെ നിന്ന്. ഒരു കൂടിപ്പോയ ഒരു 6 മാസം അത്രയേ ഉള്ളൂ മച്ചാനെ. ഈ 6 മാസത്തിൽ നിങ്ങൾ സൂപ്പറായിട്ട് എല്ലാ സ്പെയറും ചേഞ്ച് ചെയ്യാൻ പഠിക്കും. അത്യാവശ്യം ബോർഡ് ചെക്കിങ്ങും പഠിക്കും. അത് മതി മച്ചാനെ. നിങ്ങൾ വരുമാനത്തിന് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു പ്രോഫിറ്റ് വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇത് മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതിയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴി ഓക്കെയാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ IC വർക്ക് ഫുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങളില്ലാതെ ആയിരങ്ങളിൽ തന്നെ മുടക്കാം. കാരണം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ചിപ്പ് ലെവലും ICയും പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വഴി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ അങ്ങ് നടക്കുക. സിമ്പിളായിട്ട് അങ്ങ് പോകാൻ പറ്റും മച്ചാനെ. പിന്നെ ഒരു രക്ഷയില്ല. നിങ്ങളങ്ങോട്ട് കയറി കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം സിമ്പിളാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഗമ്മടിക്കുകയാണ്. ഗമ്മ് വയ്ക്കുമ്പോൾ ഫ്രെയിമിൻ്റെ സൈഡിലേ വയ്ക്കാവൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഫ്രെയിമിൻ്റെ സൈഡിൽ മാത്രം ഗമ്മ് വയ്ക്കുക. സെൻസറിൻ്റെ ഭാഗത്ത് വരുമ്പം സൂക്ഷിച്ച് വയ്ക്കുക, അവിടെ അധികം ആയി പോകരുത്. പിന്നെ ഡിസ്പ്ലേ വെച്ച് നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്ത് സെൻസറിൻ്റെ ഭാഗം മറയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചില വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു, നമ്മുടെ ചില വീഡിയോസിലൊക്കെ ഞങ്ങൾക്ക് കണ്ടു കാണും, ഡിസ്പ്ലേയുടെ അടിഭാഗത്ത്, അതായത് ഈ ഫ്രെയിമിൻ്റെ നടുക്കൊക്കെ ഗമ്മ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും വെക്കരുത്. എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഡിസ്പ്ലേ നമ്മൾ ഇളക്കിയിട്ട് അതുപോലെ തന്നെ തിരിച്ച് ഒട്ടിക്കേണ്ടി വന്നാൽ, അതായത് വർക്കിംഗ് ഡിസ്പ്ലേ ഇളക്കിയിട്ട് ഒട്ടിക്കേണ്ടി വന്നാൽ അന്നേരം ഡിസ്പ്ലേ കൺഫേം ആയിട്ട് പൊട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രെയിമിൻ്റെ നടുക്ക് ഗമ്മ് വയ്ക്കരുത്. അപ്പോൾ ഞാൻ 4 സൈഡിലും ക്ലിയർ ആയിട്ട് ഗമ്മ് വെച്ചിട്ടുണ്ട്. അടുത്തതാണ്ടേ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ്. ഡിസ്പ്ലേ ഒട്ടിക്കാൻ നേരത്ത് ഫ്രെയിമിൽ നിന്നും ഡിസ്പ്ലേ ഒരു ഇച്ചിരി മുകളിൽ നിർത്തിക്കൊണ്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുക. അതായിരിക്കും നല്ലത്. കറക്റ്റായിട്ട് സീറ്റിങ്ങും ആവും. അപ്പോൾ അത് ഇതുപോലെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. കമൻറ്റിലും പറഞ്ഞിട്ടുണ്ട് ഞാനും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. അതുപോലെ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഓവർ ടൈറ്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ ടൈറ്റ് ഉണ്ടാവാൻ പാടില്ല. അത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന റബ്ബർ ബാൻഡിനെ പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ചെറിയ റബ്ബർ ബാൻഡ് ആണെങ്കിൽ 2 കറക്ക് കറക്കിയിട്ടുക, വലിയ റബ്ബർ ബാൻഡ് ആണെങ്കിൽ 3 കറക്ക് കറക്കുക. ചെറിയ റബ്ബർ ബാൻഡ് എടുത്ത് 4 കറക്ക് 5 കറക്ക് കറക്കി കഴിഞ്ഞാൽ ഓരോരോ സ്ഥലവും നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്ന ആ ഭാഗം നിങ്ങൾ റബ്ബർ ബാൻഡ് ഇളക്കിയതിന് ശേഷം ഒന്ന് ഡിസ്പ്ലേ എല്ലാം കവറെല്ലാം ഇളക്കിയതിന് ശേഷം നിങ്ങൾ ഫ്ലാറ്റായിട്ട് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ നൈസിന് ഡിസ്പ്ലേയുടെ പുറത്ത് ഇങ്ങനെ തടവി നോക്കുക. ഒരു കയറ്റം ഇറക്കുക, നമ്മുടെ എല്ലാം റോഡ് ഇരിക്കുന്ന പോലെ ഇരിക്കും, ഇങ്ങനെ കുണ്ടും കുഴിയായിട്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ മാറിയതിന് ശേഷം ഈ PUBG BGM ഒക്കെ കളിക്കുന്നില്ലേ, ഫ്രീ ഫയറൊക്കെ, അവരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. ഡിസ്പ്ലേ മാറിയതിന് ശേഷം ഗെയിം കളിക്കുമ്പോൾ തെക്കോട്ട് പിടിച്ചാൽ വടക്കോട്ട് പോകും, വടക്കോട്ട് പിടിച്ചാൽ തെക്കോട്ട് വരും, ഇങ്ങനെയൊക്കെ ഇഷ്യൂ വരും. ഇത് ഉറപ്പാണ്, ഉള്ള കാര്യമാണ്, ഉള്ളത് തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഡിസ്പ്ലേ മാറി ഗെയിം കളിച്ച് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതെല്ലാം കൂടുതൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ, ഈ റബ്ബർ ബാൻഡ് ഇട്ട് ഓവർ ടൈറ്റ് ആവുന്നുണ്ടാവും. എന്തായാലും അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിതാണ്ടേ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് നേരത്തേക്ക് ഉണങ്ങാൻ വയ്ക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റെങ്കിലും ഉണങ്ങാൻ വിടാൻ പോവാണ്. ഡിസ്പ്ലേ നല്ല രീതിയിൽ ഉണങ്ങി സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. പക്ഷേ നല്ല രീതിയിൽ സീറ്റായിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് എല്ലാം ഇളക്കുകയാണ്. ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഈ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്ത് ഈ ഓവർ ടൈറ്റ് മാത്രമല്ല, ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡ് എഡ്ജുകളിൽ ഡിസ്പ്ലേ നീങ്ങി പോകുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ സംഭവിക്കും. സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല, പക്ഷേ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ അത് സംഭവിക്കും. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ.
അപ്പോൾ ഞാൻ ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പം ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. എനിക്കത്ര എന്താ പറയുക ഉറപ്പുള്ളത് കൊണ്ടാണ്. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജ് വരുമ്പം പൊതുവേ നിങ്ങൾ ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്ത് ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നതല്ലേ. പക്ഷേ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, ഫുള്ള് സെറ്റ് ചെയ്യാൻ പോവാണ്. അതാണ്ട് ഡബിൾ സൈഡ് ടേപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററിയിൽ ഒരിക്കലും ഞാൻ ആ ബാറ്ററി, അതായത് കമ്പനി സ്റ്റിക്കർ ഉണ്ടല്ലോ ബാറ്ററിയുടെ അടിയിൽ, ആ ബ്ലാക്ക് സ്റ്റിക്കർ, അത് ഒരിക്കലും ഞാൻ വയ്ക്കാറില്ല. ഗം സ്റ്റിക്കർ ഞാനത് ഏത് മൊബൈലായാലും ഇളക്കി കളഞ്ഞിട്ട് ഞാനിത് ഡബിൾ സൈഡ് ടേപ്പ് മാത്രമേ വയ്ക്കൂ. അത് വെച്ചേ ഞാൻ ഒട്ടിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ 3 എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഓരോന്നായിട്ട് ഇളക്കി മാറ്റുകയാണ്. ഈ ഡബിൾ സൈഡ് ടേപ്പ് എന്ന് പറയുന്ന സാധനം ബാറ്ററി ഒട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞത് കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സ്ട്രിപ്പിൻ്റെ പുറത്ത് ഇത് ഒട്ടിച്ചായിരുന്നു. ഞാനിത് സ്ട്രിപ്പിൻ്റെ പുറത്ത് ഒട്ടിച്ചാലും ഈ സാധനം ഇത് കീറി വരത്തില്ല, സ്ട്രിപ്പ് കട്ടായി വരത്തില്ല മച്ചാനെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞപ്പം കുറച്ച് പേര് പറഞ്ഞായിരുന്നു കമൻറ്റിൽ സ്ട്രിപ്പ് കീറി പോകുമെന്ന്. അത് ഉള്ളത് തന്നെയാണ്, സ്ട്രിപ്പ് കീറി പോകും, ഉറപ്പാണ്. അത് ഈ വീതിയുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇളക്കിയാലും വേറെ ഇളക്കിയാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ബാറ്ററി ഒട്ടിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഗം സ്റ്റിക്കറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഇതൊരു സ്ഥലത്ത് ഒട്ടിച്ചിട്ട് നമ്മളൊരു ബാറ്ററി എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല. പക്ഷേ ഡയറക്റ്റ് പൊക്കി കഴിഞ്ഞാൽ ടക്കെന്നങ്ങ് വരും, ഒട്ടിച്ചതുപോലെ ഫീൽ ചെയ്യില്ല, നേരിട്ടങ്ങ് ഇളകി വരും. അതാണ് ഈ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ നിങ്ങൾ സൈഡിലോട്ട് നീക്കാൻ പറ്റത്തില്ല കേട്ടോ, സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റത്തില്ല. ഡയറക്റ്റ് മുകളിലോട്ട് പൊക്കിയാൽ അപ്പം തന്നെ ഇളകി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നെറ്റ്വർക്ക് കേബിൾ കണക്ഷൻ കൊടുക്കുകയാണ്. നെറ്റ്വർക്ക് കേബിൾ കറക്റ്റായിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നെറ്റ്വർക്ക് കേബിൾ നമ്മൾ പിടിച്ചു കൊടുക്കും, പക്ഷേ കറക്റ്റ് വീഴത്തില്ല. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വലിയ കാര്യത്തിൽ കസ്റ്റമറെ കൊടുക്കാൻ നേരത്ത് സിം എടുത്ത് അങ്ങോട്ട് ഇടാൻ നേരത്ത് റേഞ്ച് കാണില്ല. പിന്നെ ഒന്നേന്ന് ഇളക്കണം. അതും ബാക്ക് ഗ്ലാസ് ഒട്ടിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ തീർന്ന്. അത്രയും ഒട്ടിച്ച് സെറ്റ് ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ട് ഒന്നേന്ന് ഫുൾ ഇളക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ ഒരു കറങ്ങി നോക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, സ്ട്രിപ്പെല്ലാം വീണിട്ടുണ്ടോ. ഇപ്പോൾ നമ്മൾ ഇളക്കാൻ നേരത്ത്, അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇളക്കാൻ നേരത്ത് ചിലപ്പോൾ ക്യാമറയുടെ സ്ട്രിപ്പ് റിമൂവായി നിൽക്കും. നമ്മൾ വിചാരിക്കും സീറ്റിംഗ് ആയിരിക്കുകയാണെന്ന്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് കേബിൾ ഇളകിയിട്ട് വീഴാതെ അതിൻ്റെ പുറത്ത് നിൽക്കും. പക്ഷേ അതിൻ്റെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ ഇളക്കിയിട്ടില്ലല്ലോ. നമ്മൾ ഇളക്കിയാലല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഇളക്കാൻ നേരത്ത്, നമ്മൾ ബോർഡ് ഇളക്കാൻ നേരത്ത് ചിലപ്പോൾ ക്യാമറ സ്ട്രിപ്പുകൾ റിമൂവായി നിൽക്കും. ഇതുപോലെ സ്ട്രിപ്പുകൾ ഏതെങ്കിലും റിമൂവായി നിൽക്കും. നമ്മൾ ഇളക്കത്തില്ല, നമ്മൾ ഇളക്കാത്തത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് മുൻപേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ട്രിപ്പുകൾ വരുന്ന ഭാഗങ്ങൾ മൊത്തം, ആ സ്ട്രിപ്പ് കണക്ടർ വരുന്ന ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കറക്റ്റ് വീണിട്ടുണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. വലിയ സമയമൊന്നുമില്ല, 1 മിനിറ്റ് എടുക്കും. ഇങ്ങനെ എല്ലാ സ്ട്രിപ്പുകളും കറക്റ്റ് കണക്ടറിൽ വീണിട്ടുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന് ശേഷം സെറ്റ് ചെയ്യുക. ഇത് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സ്ട്രിപ്പ് ഇളക്കിയിട്ടില്ല, ക്യാമറ സ്ട്രിപ്പ് തന്നെയാണ്, ഞാൻ ഇളക്കിയിട്ടില്ല. ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് ഞാനെല്ലാം വെച്ചപ്പോൾ ക്യാമറ ഓൺ ചെയ്തപ്പോൾ ക്യാമറ വരുന്നില്ല. പിന്നീട് ഞാൻ ഒന്നേന്ന് ഇളക്കി നോക്കിയപ്പോൾ സ്ട്രിപ്പ് റിമൂവായി കിടന്ന്. ഇതുപോലെ എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്? എനിക്ക് എന്തായാലും സംഭവിച്ചിട്ടുണ്ട് മച്ചാൻ, ഉള്ളതില്ല എന്ന് ഞാൻ പറയത്തില്ല, എനിക്കതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ എപ്പോൾ ഏത് മൊബൈൽ ഇളക്കിയാലും സ്ട്രിപ്പ് ഫുള്ള് നോക്കും, എല്ലാ സ്ട്രിപ്പും ഒന്നും കൂടി വീണിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ സെറ്റ് ചെയ്യത്തുള്ളൂ. കാരണം അന്ന് ഞാൻ ഇളക്കിയപ്പം ബാക്ക് ഗ്ലാസ്സാണ്, ഒന്നേന്ന് ഞാൻ അത് ഇളക്കുമ്പോൾ പൊട്ടിയിരുന്നെങ്കിൽ പിന്നെ ബാക്ക് ഗ്ലാസ് ഞാൻ മേടിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ഗമ്മൊക്കെ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇളക്കുന്ന മെനക്കേടല്ലേ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ്ടേ നമ്മളടുത്ത ക്യാമറ ഗ്ലാസിൻ്റെ കവറങ്ങ് ഇളക്കാണ് കേട്ടോ. ഇതും ഒറിജിനൽ ഗ്ലാസ്സാണ് കേട്ടോ, ഫൈബർ ടൈപ്പ് അല്ല, ഒറിജിനൽ ഗ്ലാസ്സാണ്. അപ്പോൾ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ മെയിൻ സ്ട്രിപ്പ്, അത് കഴിഞ്ഞ് റിങ്ങർ ഭാഗം, അതും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ, അവനെ കറക്റ്റ് അവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് മദർ ബോർഡ് പ്രൊട്ടക്ടർ ഡയറക്റ്റ് കൊണ്ട് വയ്ക്കാം. അതുപോലെ ഈ നെറ്റ്വർക്ക് കേബിൾ എവിടെയെങ്കിലും ചതഞ്ഞ് പോകാൻ നോക്കണം, അതും കൂടി ശ്രദ്ധിക്കണം. ഞാൻ ഇളക്കിയിട്ടുണ്ട്, അങ്ങനത്തെ മൊബൈൽ ഇളക്കിയിട്ടുണ്ട്. സാംസങ് നോട്ട് 10S ആണോ സാംസങ് A10s ആണോ A10 ആണോ എന്നറിയില്ല. ഫോണിൻ്റെ നെറ്റ്വർക്ക് കേബിൾ ചതഞ്ഞ് കട്ടായി പോയിട്ടില്ല, പക്ഷേ അകത്ത് ഡാമേജ് ആയി. അങ്ങനെ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഇളക്കിയപ്പോൾ നോക്കിയപ്പം ഈ ബാക്ക് പാനൽ സെറ്റ് ചെയ്തപ്പം ഈ നെറ്റ്വർക്ക് കേബിൾ പുറത്തിട്ടിട്ട് അതിൻ്റെ അകത്ത് പിടിച്ചിട്ട്, അങ്ങനെ അത് ഇരുന്ന് ചതഞ്ഞ് അവസാനം ഉള്ളിൽ ഡാമേജ് ആയി, അങ്ങനെ നെറ്റ്വർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ മദർ ബോർഡിൻ്റെ സെക്ഷൻ സ്ക്രൂ ഇടാൻ പോവുകയാണ്. ആദ്യം ആ ഒരു 3 സ്ക്രൂ ഇടുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ റിങ് അവിടെ വെക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഈ സ്ക്രൂ ഇട്ടിട്ട് ഇതിൻ്റെ പുറത്താണ് ആ റിങ് വരുന്നത്. അപ്പോൾ അതാണ്ടേ നമ്മൾ 3 സ്ക്രൂവും ടൈറ്റ് ചെയ്തു. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ റിങ്, അപ്പോൾ ലോക്കൊക്കെ കറക്റ്റ് വീണോ നോക്കുകയാണ്. കാരണം 4 സൈഡിലും ലോക്ക് ക്ലിപ്പുണ്ട്, അതങ്ങനെ കറക്റ്റായിട്ട് വീഴണം. അതാണ്ടേ നമ്മുടെ റിങ്. ഇതെന്തിനാണോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴും സംശയം.
ഓക്കെ, ഇനിയിപ്പോൾ ഈ സ്ക്രൂ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിങ് ഉണ്ടാക്കിയത്, അതും അറിയാൻ വയ്യ. ഓക്കെ, ഒരു ലോക്ക് പോലെ കേട്ടോ, ഒരു ക്ലിപ്പ് പോലെ അങ്ങ് പോയി വീഴുന്ന കേട്ടോ, വേണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ അതുമില്ലാതെ ആ റിങ്ങിനകത്ത് ഗമ്മംശം ഉണ്ട്, മറ്റേ ഗം സ്റ്റിക്കറുണ്ട്, അതുകൊണ്ട് ഒട്ടി നിന്നു. അടുത്ത് നമ്മളിവിടെ ഫുള്ള് സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലാസ് ഒട്ടിക്കണം. അപ്പോൾ ഈ സ്ക്രൂ ഇടുന്ന പരിപാടിയൊക്കെ ഞാനിവിടെ സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ വീഡിയോ ലെങ്താണ്, എന്നാലും എല്ലാം ക്ലിയറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും കൂടുതൽ സ്കിപ്പ് ചെയ്തെടുത്തത്. എന്തായാലും ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, സ്ക്രൂ ചെയ്തിട്ടു, എല്ലാ സ്ക്രൂ ഇട്ട് കേട്ടോ. അടുത്ത് നമ്മളിപ്പം ഗ്ലാസ് ഡയറക്റ്റ് ഒട്ടിക്കാൻ പോവുകയാണേ. അപ്പോൾ ഈ ഗ്ലാസ് നമ്മൾ എന്തൊക്കെ ഒറിജിനൽ ഗ്ലാസ് എന്ന് പറഞ്ഞാലും തന്നെ സീറ്റിങ്ങിൻ്റെ അകത്ത് ഇഷ്യൂ വരും. സൈഡ് ചിലപ്പോൾ ഷീറ്റിംഗ് ആവത്തില്ല, എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഗം അധികം വെച്ചിട്ട് സീറ്റ് ചെയ്യാൻ പോവാണ്. ഇച്ചിരി കൂടുതൽ ഗം വയ്ക്കുകയാണ്, പക്ഷേ നടുക്കൊന്നും വയ്ക്കുന്നില്ല. ഞാൻ എപ്പോഴും 4 സൈഡ് മാത്രമേ വയ്ക്കത്തുള്ളൂ. അപ്പോൾ 4 സൈഡിലും തന്നെ ഗം വയ്ക്കുമ്പോൾ ഇച്ചിരി അധികം വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്ലാസ് കറക്റ്റായിട്ട് വെച്ച് റബ്ബർ ബാൻഡ് ഉണ്ട് സെറ്റ് ചെയ്യണം. റബ്ബർ ബാൻഡിൻ്റെ പുറത്താണ് നിൽക്കാൻ പോകുന്നത്. എന്നാലും പുതിയ ഗ്ലാസ് മാറുമ്പം ചെറിയൊരു ഡിഫറൻറ്റ് കാണും. എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി ചിലപ്പോൾ ഇച്ചിരി പൊങ്ങി നിൽക്കാം, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ബാക്ക് ഗ്ലാസ് സെറ്റ് ചെയ്യുമ്പം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് വെച്ച് നോക്കും സീറ്റിംഗ് ആവുന്നുണ്ടോ എന്ന്. എങ്ങനെയായാലും റെഡ്മിയുടെ ഗ്ലാസ്, അതും ഈ 10i ഒക്കെ മാറാൻ നേരത്ത് സീറ്റിങ്ങിൻ്റെ ഇച്ചിരി ഇഷ്യൂ ഉണ്ട്, മുമ്പ് മാറിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ചില മോഡൽസൊക്കെ ഒരുപോലെ ഗ്ലാസ് വരും, ഒരേ ഗ്ലാസ് ആയിരിക്കും. ഓക്കെ, സീറ്റിംഗ് ആവുന്നുണ്ട്, എന്നാലും ചെറിയൊരിതുണ്ട്. റബ്ബർ ബാൻഡിൻ്റെ പുറത്ത് മാത്രമേ നിൽക്കൂ, അതുകൊണ്ടാണ് ഇച്ചിരി ഗം അധികം വെച്ചത്. അപ്പോൾ ഞാൻ ഇച്ചിരി ടൈറ്റിന് തന്നെ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട്. ടൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇച്ചിരി അധികം റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, ഓവർ ടൈറ്റ് ചെയ്യിപ്പിക്കത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആട്ടോ ടച്ച് ഇഷ്യൂ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിപ്പോൾ ഗ്ലാസ് ഇരുത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്യുകയാണ്. അതാണ് ഞാൻ ഓവർ ടൈറ്റ് എന്ന് ഉദ്ദേശിച്ചത്. ഇത് വലിയ റബ്ബറാണ്, അതുകൊണ്ടാണ് ഞാൻ 3 കറക്ക് കറക്കിയത്. ചെറിയ റബ്ബറാണെങ്കിൽ 2 കറക്കേ കറക്കാവൂ, ഉണ്ടോ. ഓക്കെ, അടുത്ത് ഓരോരോ സൈഡും കറക്റ്റായിട്ട് നമ്മൾ നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് കറക്റ്റായ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് ഒരു മിനിമം ഒരു 10-15 മിനിറ്റെങ്കിലും ഉണങ്ങാനായിട്ട് വയ്ക്കണം. ഇത് ഈ റബ്ബർ ബാൻഡ് ഇട്ടെങ്കിലും തന്നെ കറക്റ്റ് ആ ഗമ്മ് ഉണങ്ങിയില്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇളക്കുമ്പോൾ പിന്നെ തിരിച്ച് അതുപോലെ തന്നെ പൊങ്ങി വരും. അത് കുറേ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഉണങ്ങണം. ഇതിൻ്റെ പുറത്ത് വെയിറ്റ് വയ്ക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വെയിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് ആവും. അപ്പോൾ എന്തായാലും ഞാൻ ഉണങ്ങാൻ വയ്ക്കുകയാണ്, കുറേ നേരം ഇരിക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ താണ്ടേണ്ട റബ്ബർ ബാൻഡ് ഇട്ട് വരിഞ്ഞ് വെച്ചിരിക്കുകയാണ് മച്ചാനെ. ഈ ഇത്രയും റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഡിസ്പ്ലേ ആട്ടോ ടച്ച് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും കറക്റ്റായിട്ട് ഇടുന്നതുകൊണ്ടാണ്. ഓവർ ടൈറ്റ് ഇല്ലാതെ കറക്റ്റ് ടൈറ്റിന് ഇടുന്നതുകൊണ്ടാണ്. ഓവർ ടൈറ്റ് ചെയ്താൽ തീർച്ചയായും ഇളക്കി കഴിയുമ്പം ഈ റബ്ബർ ബാൻഡൊക്കെ ഇളക്കിയിട്ട് സിമ്മിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് എന്തായാലും ആട്ടോ ടച്ച് ഇഷ്യൂ വരും. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഗ്യാപ്പൊക്കെ നോക്കുകയാണ്, ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇത് പൗച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്, ബാക്ക് പൗച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ടൈറ്റ് ഉണ്ടാവും, കുഴപ്പമില്ല. സീറ്റിംഗ് ആയി വെച്ചാൽ നല്ല രീതിയിൽ സീറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഡ്മി 10i ഓൺ ചെയ്തു. ആട്ടോ ടച്ച് ഇഷ്യൂ എല്ലാവർക്കും, മിക്കവാറും ഡിസ്പ്ലേ മാറുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ആട്ടോ ടച്ച്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് പോലും അറിയില്ല. എല്ലാം ചെക്ക് ചെയ്യും, അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോൾ ആട്ടോ ടച്ച്, ഗമ്മൊക്കെ അടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ മെനക്കേടാണ്, കാശ് പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടൈം, അതായത് ഫീൽഡിൽ ആദ്യമായിട്ടാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ വെച്ചാൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.